ഹായ് സുന്ദരീസ്, എന്തായി വിഷൻ ബോർഡൊക്കെ സെറ്റ് ആയോ? ഞാൻ വിഷൻ ബോർഡ് ചെയ്തിട്ടില്ല, പകരം എല്ലാ വർഷത്തെയും പോലെ ഇതാ ഡയറിയിൽ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. പറയാൻ പറ്റില്ല, ഈ വർഷം ഞാൻ ആദ്യമായി ചിലപ്പോൾ വിഷൻ ബോർഡ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാൻ ട്രൈ ചെയ്യുമായിരിക്കും. മെയിൻ ആയിട്ട് എന്റെ ഗോൾസ് വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും, അതേപോലെ കരിയർ ഉണ്ടാവും, അതേപോലെ റിലേഷൻഷിപ്പ് ഉണ്ടാവും, പിന്നെ ട്രാവൽ. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ അതാത് വർഷത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാറുള്ളത് കേട്ടോ. 2026 ഇത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തതാണ് വർക്ക്ഔട്ട് റെഗുലർ ആയിട്ട് ചെയ്യാം, അതേപോലെ തന്നെ 5 ക്ലീൻ പുള്ളപ്പ്. കഴിഞ്ഞ വർഷം ചെയ്ത പുള്ളപ്പ് അത്ര പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, ഈ വർഷം അത് പെർഫെക്റ്റ് ആക്കണം. പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഫേസ് യോഗ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ വർഷം അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് എടുക്കണം എന്നുണ്ട്. പിന്നെ എനിക്ക് എല്ലാ വർഷം എന്തെങ്കിലുമൊക്കെ പുതിയത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ക്രോഷ്യ ആണെങ്കിലും ശരി, ഡാൻസിങ്, സ്വിമ്മിങ്, അങ്ങനത്തെ ഏതെങ്കിലും ഒന്ന് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എസ്പെഷ്യലി ക്രോഷ്യ. പിന്നെ ഡ്രൈവിംഗ് എന്തായാലും ഈ വർഷം പക്കയാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഫിംഗേഴ്സ് ക്രോസ് നടന്നാൽ മതിയായിരുന്നു. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും എഴുതാറില്ല. ടച്ച് വുഡ്, എനിക്ക് എന്റെ ഫാമിലി എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ട് തന്നെയാണ് എപ്പോഴും എന്റെ കൂടെ നിന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് ഒരു സുഖമാണല്ലോ എഴുതി വെക്കാൻ. അപ്പൊ ഞാൻ ജസ്റ്റ് ലവ് പീസ് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ഞാൻ സബ്സ്ക്രൈബേഴ്സ് എത്ര വേണം, ഫോളോവേഴ്സ് എത്ര വേണം, എങ്ങനെ നമ്മുടെ കരിയർ ഗ്രോത്ത് പ്ലാൻ ചെയ്യണം, അങ്ങനത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ അസ്വി മലയാളത്തിൽ 16 lakh, പിന്നെ അസ്വി വ്ളോഗ്സിൽ 4 lakh, അതേപോലെ തന്നെ അസ്വി നമ്മുടെ ഇൻസ്റ്റഗ്രാം ഉണ്ടല്ലോ അത് 4,20,000 ആക്കണം എന്നുണ്ട്. പിന്നെ നമ്മുടെ അസ്വിക ബിസിനസ് ഈ വർഷം എന്തായാലും സെറ്റ് ചെയ്തെടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം ഉള്ളത്. പിന്നെ ഇതാ ഈ വർഷം പോകേണ്ട ട്രിപ്പുകൾ, അതെന്തായാലും ഈ വർഷം എന്തായാലും സോളോ ട്രിപ്പ് സെറ്റ് ആക്കി എടുക്കണം. അതേപോലെ അമ്മയുടെ ഒപ്പം ട്രിപ്പ് പോകണം, ഫാമിലി ട്രിപ്പ് പോകണം. പിന്നെ ഈ വർഷം പറ്റുകയാണെങ്കിൽ എനിക്കൊരു ബിസിനസ് ക്ലാസ്സിൽ പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു ബ്രാൻഡ് ട്രിപ്പും എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ ഈ വർഷത്തെ ജേണൽ. നമുക്ക് ഓരോ തവണയും ഇത് സെറ്റ് ആകുമ്പോൾ ഞാൻ ടിക്കറ്റ് പോകുന്നതായിരിക്കും. അതേപോലെ തന്നെ എനിക്ക് ഓരോ മാസം അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് ഇതേപോലെ ബ്രേക്ക് ചെയ്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എഴുതി വെക്കുമ്പോൾ. അങ്ങനെയും കൂടെ ചെയ്തു നോക്കൂ കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളും ഒന്ന് എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വിഷൻ ബോർഡ് ആയിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ല ഒരു ഡയറിയിലാണെങ്കിൽ അങ്ങനെ. ഇതൊന്നും അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ബുക്ക് മേടിച്ചാൽ മതി. ഒരു 20 രൂപയുടെ 30 രൂപയുടെ ബുക്ക് മേടിച്ചിട്ടാണെങ്കിലും ഇതേപോലെ എഴുതി വെക്കുക സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ഇത് നല്ല ടൈമാണ്, ജാനുവരി. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ട്രൈ ചെയ്യും. ഒബ്വിയസ്ലി നമുക്കത് അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എഴുതി വെച്ചിട്ട് അതിങ്ങനെ വെച്ച് കണ്ട് നോക്കി ഇരുന്നിട്ട് ദിവാസ്വപ്നം കണ്ടിട്ട് നമുക്ക് അറിയാതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ തന്നെ ഒരു വിഷൻ ഉണ്ടാവും. കൂടുതൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഡെയിലി ടു ഡു ലിസ്റ്റും കൂടി എഴുതുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി അതിലേക്ക് കൂടുതൽ ഫോക്കസ് കിട്ടും. എല്ലാവർക്കും പറ്റുന്ന കാര്യം തന്നെയാണ് ഇത്, നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. വിഷൻ ബോർഡിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതിലും വലിയ വലിയ കാര്യങ്ങൾ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോ ഹാപ്പി ന്യൂ ഇയർ പറയേണ്ട ടൈം കഴിഞ്ഞു തോന്നുന്നു. എന്നാൽ ഞാൻ ഒന്നും കൂടി പറയണേ, ഹാപ്പി ന്യൂ ഇയർ. ലവ് യു ഓൾ സോ മച്ച്. ബൈ.